കളിച്ചു നടക്കേണ്ട പ്രായത്തിൽ കരുണയുടെയും കരുതലിന്റെയും വലിയ പാഠം പകർന്നു നൽകുകയാണ് ആനവിലാസം സെന്റ് ജോർജ് സ്കൂളിലെ ഡിയോണലും അഡോണലും ആരോമലും. വാർദ്ധക്യത്തിന്റെ അവശതയിൽ ബുദ്ധിമുട്ടിയ ഭവാനി അമ്മയ്ക്ക് സഹായം ചെയ്യുക മാത്രമല്ല, തങ്ങൾക്ക് ലഭിച്ച പ്രതിഫലം ആ അമ്മയുടെ വിശപ്പടക്കാൻ മാറ്റിവെച്ച കുഞ്ഞുമക്കൾ എന്ന നാടിന് അഭിമാനമാണ്. സ്കൂൾ കഴിഞ്ഞുള്ള യാത്രയിലാണ് മൂവർ സംഘം ഭവാനി അമ്മയെ കണ്ടുമുട്ടിയത്. വഴിയരികിൽ കിടക്കുന്ന വിറക് വീട്ടിലെത്തിക്കാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഭവാനിയമ്മയെ കണ്ടപ്പോൾ ഒട്ടും മടി കാണിക്കാതെ തങ്ങൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞ ഇവർ വിറക് വീട്ടിലെത്തിച്ചു നൽകി. ഇതിൽ സന്തോഷം തോന്നിയ അമ്മ കയ്യിലുണ്ടായിരുന്ന 50 രൂപ കുട്ടികൾക്ക് മിഠായി വാങ്ങാനായി നൽകുകയായിരുന്നു. എന്നാൽ തങ്ങൾക്ക് ലഭിച്ച പ്രതിഫലത്തേക്കാൾ വില ആ അമ്മയുടെ പുഞ്ചിരിക്കാണെന്ന് മനസ്സിലാക്കിയ കുഞ്ഞുങ്ങൾ ഉടൻ തന്നെ അടുത്തുള്ള കടയിൽ പോയി ബിസ്ക്കറ്റും പാലും വാങ്ങി ഭവാനിയമ്മയുടെ അരികിലെത്തി. ഇക്കാര്യം കണ്ണു നിറഞ്ഞാണ് ഭവാനിയമ്മ ഓർത്തെടുത്തത്. ഇതുങ്ങൾ ഇത് കേട്ടു. അപ്പൊ ഈ സന്ധ്യയെല്ലാം അകത്ത് വെച്ചിട്ട് പെട്ടെന്ന് ഇതെടുത്ത് മോനെ, ഞാൻ മോനോടല്ല, 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചല്ലേ, മോനോടല്ല ഞാൻ പറഞ്ഞത്, ഈ ചേച്ചിയോടാ. അതിനെന്നാ അച്ഛ പറഞ്ഞിട്ടുണ്ട് ഭവാൻ ചേച്ചിക്ക് എന്നാ വേണേലും ചെയ്ത് കൊടുത്തേക്കാൻ അതിലൊക്കെ തന്നെ പറഞ്ഞു. ശരി, ഈ കുഞ്ഞ് ഇതെടുത്തോണ്ട് പോയി മക്കളെ. എന്നാൽ ഞാൻ ഇവന്റെ പുറകെ വീട്ടിൽ കുറച്ച് കയറിപ്പോയാൽ മതി. അപ്പൊ ഞാൻ ഇവന്റെ പുറകെ ഞാനും കയറിപ്പോയി. കയറി ചെന്ന് അവിടെ ഇരിക്കുമ്പോ ഇതുങ്ങൾ പെട്ടെന്ന് ഇറങ്ങി വന്നേച്ച് ആ ഉടുപ്പും ഞെക്കറൊക്കെ വീട്ടിൽ ചെന്ന് ഊരിയിട്ടോന്നൊന്നും എനിക്കിപ്പോ അറിയത്തില്ല. ഉടനെ ഇതുങ്ങൾ വന്നു, ഈ 3 പേരും കൂടെ പിന്നെ ആ വഴിയിൽ ഒരു 5-6 കഷ്ണം കൂടെ കിടന്നു. എന്റെ പൊന്നു മക്കളെ താങ്ങി പിടിച്ചെടുത്തോണ്ട് എനിക്ക് കൊണ്ട് തന്നു. അയ്യോ, അപ്പൊ മനെ ഇത് വേണ്ട മനെ, അമ്മച്ചി ആരെ കൊണ്ടേലും ചോപ്പിച്ചോളാം, വാഞ്ചേച്ചി സങ്കടപ്പെടേണ്ട, വാഞ്ചേച്ചി ഞങ്ങളല്ലേ കൊണ്ട് തരുന്നതെന്ന് പറഞ്ഞു. എന്റെ പൊന്നു മക്കളെ, ഞാൻ പെട്ടെന്ന് എന്നാ ഇതെന്നറിയാവോ, 50 രൂപ എൻ്റെ കയ്യിൽ അന്നേരം ഉണ്ട്. ഇതെടുത്ത് എൻ്റെ സന്തോഷത്തിന് ഞാൻ കൊടുത്തു. പിന്നെ മനെ, പിന്നെ ഇതുകൊണ്ട് നിങ്ങൾ എന്നേലും മേടിച്ച് തിന്നോന്ന് പറഞ്ഞു. അപ്പോഴുണ്ടല്ലോ വേണ്ടെന്ന് പറഞ്ഞ് ഇതുങ്ങൾ കയ്യേക്കയല്ല. ഞാൻ എന്നെ നിർബന്ധിച്ച് ഈ 50 രൂപ എൻ്റെ കൊടുത്തു. കൊണ്ടുപോയിട്ട് മക്കളെ, അതാണ് എല്ലാവർക്കും ഇവരതും കൊണ്ടുപോയി കടയിൽ പോയി അമ്മച്ചിക്ക് 1 കൂട് പാല്, 2 കൂട് ബിസ്ക്കറ്റ്, 50 രൂപ അല്ലേ കൊടുത്തുള്ളൂ. അതിനുള്ള മൊത്തം മേടിച്ചോണ്ട് വന്നു. വീട്ടിൽ ഞാൻ ഇരിക്കുമ്പം വന്ന് എൻ്റെ കൊണ മനെ, ഇത് നിങ്ങൾക്ക് പഞ്ചേച്ചി തന്നതല്ലേ, ഇതെന്തിനാ എനിക്ക് തന്നെന്ന് ചോദിച്ചു. പഞ്ചേച്ചിക്ക് ഞങ്ങൾ വച്ചു. വാർദ്ധക്യത്തിൽ മാതാപിതാക്കളെ ഒറ്റപ്പെടുത്തുന്ന വാർത്തകൾക്കിടയിൽ കുഞ്ഞു മനസ്സിലെ നന്മ വലിയ സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത്. ഇതറിഞ്ഞ നിരവധി പേരാണ് കുട്ടികൾക്ക് അഭിനന്ദനവുമായി എത്തിയത്. ആനവിലാസം സെന്റ് ജോർജ് സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് സിയോണൽ. ഇതേ സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് അഡോണലും ആരോമലും. നാളെ സ്കൂളിൽ പോകുന്നേരം താഴെ വിറക് വറക്കുമായിരുന്നു. ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു കഞ്ഞി കൂടൊക്കെ വിറകില്ലത്. അപ്പോഴത്തേനും ഞങ്ങൾ എടുത്തുകൊണ്ട് മണ്ട വെച്ചിട്ട് ഇപ്പോഴത്തേനും 50 രൂപ വന്നു. ഞങ്ങൾ ആ പൈസയ്ക്ക് പാലും ബിസ്ക്കറ്റും വാങ്ങിക്കൊണ്ടേ കൊടുത്തു. അതായത് നിങ്ങളോട് പറഞ്ഞ പാലും ബിസ്ക്കറ്റും വാങ്ങിച്ചു കൊടുക്കാൻ അത് ഞങ്ങൾ സ്വന്തം തന്നെ ചെയ്തു. നിങ്ങൾ 3 പേരും ഒന്നിച്ചാണോ പോകുന്നത്? സ്കൂളിൽ നിന്ന് പോകുന്നത്? അടുത്താണോ വീട്? അമ്മച്ചി എന്നാ പറഞ്ഞു? അമ്മച്ചി കണ്ണ് അറിയായിരുന്നു. വിവരമറിഞ്ഞ സ്കൂൾ അധികൃതർ വിദ്യാർത്ഥികളെ മൊമെന്റോ നൽകി അനുമോദിച്ചു. സ്കൂളിൽ സംഘടിപ്പിച്ച അനുമോദന യോഗം ചക്കുവള്ളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റിജി ഷിബി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ റോബിൻ പാട്ടുകാലായിൽ അധ്യക്ഷനായിരുന്നു. പഞ്ചായത്ത് അംഗങ്ങളായ റോസമ്മ വർഗീസ്, അശ്വതി, സ്കൂൾ ഹെഡ്മാസ്റ്റർ ബിജു ജേക്കബ്, PTA പ്രസിഡന്റ് ബിജു പീറ്റർ, അധ്യാപക പ്രതിനിധി സരുൺ തുടങ്ങിയവർ സംസാരിച്ചു.